ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തത് ഒരു ചെറിയ വ്ളോഗാണ്. ആക്ച്വലി ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്തിട്ട് കുറേ നാളായി. ഇപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. കാരണം മടിയായിട്ടും പിന്നെ അറിയാലോ, നാട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വൈബിലായി പോകും. സോ അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാണ്ട് വെച്ചിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ ഒരു 2 വീക്സ് അത്ര തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ ലീവ്. അപ്പോൾ 2 വീക്സിന് വേണ്ടിയിട്ട് നമ്മൾ നാട്ടിലേക്ക് പോയിട്ടുള്ള ഒരു ചെറിയ നവംബർ 29 കേട്ടോ നമ്മൾ നാട്ടിലേക്ക് പോയത്. അപ്പോൾ മോർണിംഗ് 9 നമ്മുടെ ഫ്ലൈറ്റ്. ഖത്തർ എയർവേസ് ആയിരുന്നു. എനിക്ക് എന്തായാലും ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഞങ്ങൾ നേരെ ഗാറ്റ്വിക് എയർപോർട്ടിലെത്തി. എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഓൾറെഡി തലേ ദിവസം നമ്മൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തതുകൊണ്ട് നമുക്ക് അത്ര ലാഗൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്യൂവിലൊക്കെ നിന്നു. പെട്ടെന്ന് നമ്മുടെ സംഭവം കഴിഞ്ഞു കേട്ടോ. സോ ഗൈസ്, നമുക്കിപ്പം ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഇപ്പം നമ്മളാണെങ്കിൽ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഡ്യൂട്ടി ഫ്രീയിൽ കയറിയിട്ടോ. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെ നിന്നായാലും നാട്ടിലേക്ക് പോകുമ്പോൾ മിസ് ചെയ്യാണ്ട് വാങ്ങുന്ന കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങളിത് ഡ്യൂട്ടി ഫ്രീയിലോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുതരാൻ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ്. മെയിനായിട്ട് എനിക്കൊരു പെർഫ്യൂമും കൂടെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ സ്മെല്ലൊക്കെ നോക്കി നല്ല ഫ്രാഗ്രൻസ് ഉള്ള പെർഫ്യൂമൊക്കെ സെലക്ട് ചെയ്തു. പോകുന്ന വഴിക്ക് ഇത് നല്ല അടിപൊളി ബ്രാൻഡഡ് ലിപ്സ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല കേട്ടോ. കാരണം അറിയാമല്ലോ, നമുക്ക് ബഡ്ജറ്റ് അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കുകയാണ്. പല വെറൈറ്റി ഫ്രൂട്ട്സ് സ്വീറ്റ്സൊക്കെ ഇവിടെ ഉണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മളിതാ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഗേറ്റിനടുത്തേക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോഴാണെങ്കിൽ നല്ല വിശപ്പ്. കാരണം നമ്മൾ രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തതിനെ കൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയുള്ളൊരു ഷോപ്പിൽ കയറിയിട്ട് ഈ ഒരു ബർഗറിൽ ഈ ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചു. അപ്പോൾ നല്ല ഉണ്ടാവുന്നൊക്കെ ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വിശപ്പ് കാരണം ഞങ്ങൾ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. ഖത്തർ എയർവേസ്. ഇപ്രാവശ്യത്തെ ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. കാരണം അവരുടെ സർവീസ് ആണെങ്കിലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫുഡും അതുപോലെ തന്നെ ഡ്രിങ്ക്സും ഒക്കെ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സമയം പോയത് ആക്ച്വലി അറിഞ്ഞില്ല. പിന്നെ കുറേ നേരം ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബോറടി ഉണ്ടെങ്കിലും ഇടയ്ക്ക് ഫുഡ് കിട്ടുന്നതുകൊണ്ട് കുറച്ച് നന്നായിട്ട് തോന്നി കേട്ടോ. പിന്നെ പോയിരുന്ന ഉടനെ തന്നെ നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന പോലെ തന്നെ എനിക്ക് ഇയർഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബ്ലാങ്കറ്റ്, പില്ലോ അങ്ങനെയൊക്കെ വെച്ചിട്ട്. പിന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ലെഗ് സ്പേസ് ആണ് കേട്ടോ. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ട പോലെ തോന്നി. അതേ ഉണ്ടായിരുന്നുള്ളൊരു പ്രോബ്ലമായിട്ട് തോന്നിയിട്ട് അങ്ങനെ ഇതാ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു. നമ്മൾ ഒരു 1.5 വർഷത്തിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് അങ്ങനെ ടേക്ക് ഓഫ് ചെയ്തിട്ട് പോവാണ്. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇയർ പെയിനോ ഭയങ്കര ഒരു ഹെഡ് ഏക്കൊക്കെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് സെറ്റായി. അപ്പോൾ കയറി ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഡ്രിങ്ക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ ഒരു ക്രിസ്പായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആപ്പിൾ ജ്യൂസാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്രിസ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞാൻ അതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ കേട്ടു. അങ്ങനെ ഇരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തപ്പം അവർ അടുത്ത ഫുഡ് കൊണ്ടുവന്നു കേട്ടോ. നമ്മുടെ ലഞ്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ ലഞ്ചും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മീൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഒരു കറിയും പിന്നെ റൈസും ആയിരുന്നു. എനിക്ക് ചിക്കൻ കറി അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഭയങ്കര ഒരു സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു കറിക്ക്. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഒരു ബ്രൗണി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കൂടെ ഒരു സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതും ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് നോക്കിയപ്പം കണ്ട ഈ ഒരു വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സമയം മൂവിയൊക്കെ കണ്ടപ്പം അടുത്ത നമ്മുടെ ഡ്രിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കോഫിയാണ് വാങ്ങിച്ചത്. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജയിലർ മൂവിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുറേ നേരം ഇരുന്നപ്പം എനിക്ക് നടുവേനൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വ്യൂവും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊരു മൗണ്ടൻസ് ആണെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ സ്നാക്കും എത്തി കേട്ടോ.
ഇതൊന്ന് ചിക്കനും ഒന്ന് വെജും ആയിരുന്നു. അപ്പോൾ ഞാൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതും ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവരുടെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഉച്ചത്തെ ഒരു ചിക്കൻ കറി ഒഴിച്ച് ബാക്കിയെല്ലാം കിടിലം ടേസ്റ്റ് തന്നെയായിരുന്നു. ഈ സാൻഡ്വിച്ച് പ്രത്യേകിച്ച് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചിക്കനൊക്കെ വെച്ചിട്ട് നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞാൻ റെസ്റ്റ് എടുത്തു. അപ്പോൾ അങ്ങനെ ഫൈനലി ഏകദേശം ഒരു 7 hours ശേഷം നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം നല്ല ഇരുടാണ് കേട്ടോ. എനിവേസ് അപ്പം ഈ നല്ല ഡാർക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യൂ കാണാനായിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഒരു എയർപോർട്ടിൻ്റെ ആ ഒരു സംഭവമൊക്കെ. പിന്നെ ഇതാ നമ്മൾ അടുത്തത് ബസ്സിലോട്ട് കയറാൻ പോവാണ്. നല്ല തണുപ്പായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ മുഖത്തൊക്കെ നല്ല കാറ്റടിച്ചിട്ട് നല്ല ഇതായിരുന്നു. പിന്നെ ഞങ്ങളിത് ദോഹ എത്തി. ദോഹയിൽ നിന്ന് നമുക്ക് ലേ ഓവർ ജസ്റ്റ് ഒരു 1.5 hours ഇല്ല കേട്ടോ. പെട്ടെന്നായിരുന്നു അടുത്തത്. ഏകദേശം ഒരു 1.5 hours ശേഷം നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റിലോട്ട് കയറാണ് കേട്ടോ. ദോഹ ടു കോഴിക്കോട്. ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി പണി കിട്ടി ഗൈസ്. അതായത് എൻ്റെ ബാക്കിൽ സീറ്റിലെ ആൾ ഫുൾ വോമിറ്റ് ചെയ്ത് ഭയങ്കര അലമ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്ലൈറ്റിൽ. എന്തായാലും അവരപ്പം തന്നെ വന്ന് ക്യാബിൻ ക്രൂ അതൊക്കെ വന്ന് ക്ലീൻ ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ ഒരു പൗച്ച് കൊണ്ട് തന്നു കേട്ടോ. സോറി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിത് കൊണ്ട് തന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഐ മാസ്ക് ഉണ്ടായിരുന്നു, ഒരു പേര് സോക്സ് ഉണ്ടായിരുന്നു, പിന്നെ ഇയർബഡ്സ് അങ്ങനെയൊക്കെ വെച്ചിട്ട് അവർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇരുന്നതിന് ശേഷം നമുക്ക് ഡിന്നർ ടൈമായി. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ വെജായിരുന്നു ചൂസ് ചെയ്തത്. അപ്പോൾ വെജിൽ പനീറായിരുന്നു, ഒരു പനീർ കറിയും പിന്നെ നമ്മുടെ റൈസും അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ ടു ദോഹ അതിലെ ഫുഡായിരുന്നു കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഇത് കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതായിരുന്നു കുറച്ചും കൂടെ ഇഷ്ടമായത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമ്മൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ലാൻഡിങ് ടൈമായി. നമ്മൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് ഇരുന്നു കേട്ടോ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫൈനലി നമ്മൾ കോഴിക്കോടേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം അവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. പെട്ടെന്ന് വന്നോട്ടെ, ഇപ്രാവശ്യം നമ്മുടെ ബാഗൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ബാഗ് നമ്മൾ വേഗം കളക്ട് ചെയ്തു. പിന്നെ ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് ആരോടും വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ തന്നെ പൊയ്ക്കോളാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാറ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് പുറത്തിറങ്ങുകയാണ്. ഭയങ്കര ചൂടായിരുന്നു ഗൈസ് കോഴിക്കോടെത്തിയിട്ട്. കാരണം അത്രയും ഒരു എക്സ്ട്രീം തണുപ്പെന്ന് ഈ ഒരു വെതറിലേക്ക് വന്നപ്പം ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ നമ്മളിതാ വേഗം കാറിലേക്ക് കയറിയിട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ മെല്ലെ പോയി. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് കണ്ണൂർ വ്ളോഗായിരിക്കും. സ്റ്റേ ട്യൂൺ.